ഒരു സ്ത്രീ ഒരു പുരുഷനിൽ ശരിക്കും ആഗ്രഹിക്കുന്നതാണ്. സ്ത്രീകളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ്, വളരെ സങ്കീർണമാണ്. എന്നാൽ പോലും കോമൺ ആയിട്ടുള്ള ചില വസ്തുതകൾ ഷെയർ ചെയ്യാം. ആവശ്യത്തിന് സ്നേഹം, കെയർ അനുഭവിക്കണം അവർ. ആ സമയത്താണ് ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഡൊപ്പാമൈനും ഓക്സിറ്റോസിനും റിലീസ് ചെയ്യുന്നതും സന്തോഷം അനുഭവിക്കുന്നതും. സെക്യൂരിറ്റി വേണം, ഇമ്പോർട്ടൻസിനെ പരിഗണിക്കണം, അംഗീകരിക്കണം, അപ്രീസിയേഷൻ വേണം. രാവിലെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ട് വലിയ ഭാരിച്ച ജോലികളാണ് അവർ ചെയ്യുന്നത്. ഒരു നേരം വരെ ഭക്ഷണം ഉണ്ടാക്കണം, അടുക്കള വൃത്തിയാക്കണം, പാത്രം കഴുകണം, നമ്മുടെ പരിസരം വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം, സ്കൂളിൽ വന്ന അവരുടെ ബാഗും വേണ്ടപ്പെട്ടതെല്ലാം ക്ലീൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ, നിരന്തരമായിട്ടുള്ള ടയർഡ്നെസ് ആവുന്ന ജോലികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ ഇമ്പോർട്ടൻസിനെ ഒന്ന് അംഗീകരിക്കുക, ഒന്ന് പരിഗണിക്കുക, ഒന്ന് സ്നേഹത്തോട് കൂടിയിട്ടൊന്ന് സംസാരിക്കുക, ഇമോഷണൽ ഒരു കണക്ഷൻ അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ നമ്മുടെ സ്ത്രീകൾ ഹാപ്പിയാണ്. അവരുണ്ടാക്കിയ ഭക്ഷണം ഇറ്റ്സ് റിയലി നൈസ് എന്ന് പറയുക. നന്നായിട്ടുണ്ട്, കോഫി അടിപൊളിയാണല്ലോ, ചായ ഗംഭീരാണ് കേട്ടോ, ഒന്ന് സ്നേഹം അടിപൊളിയല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കേ. ജീവിതത്തിൽ മാറ്റം കാണാം. നിങ്ങളുടെ ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ രീതിയിലൊന്ന് മാറ്റം ജീവിതത്തിൽ നിന്ന് വരുത്തി നോക്ക്. അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച്, അവരുടെ ആ നീറ്റ്നെസ്സിനെ കുറിച്ച്, അവിടെയുള്ള ആ വെടുപ്പിനെയും വൃത്തിയെയും കുറിച്ച് ഒന്ന് അഭിനന്ദിച്ച് പറഞ്ഞു നോക്ക്. അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്ന് അഭിനന്ദിച്ച് നോക്ക്. അവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് സ്നേഹത്തോടൊന്ന് സംസാരിച്ച് നോക്ക്. വലിയ മാറ്റം, ചേഞ്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ കിട്ടാതെ വരുന്ന സമയത്താണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ ഭാര്യമാർ വേണ്ടപ്പെട്ട കൂട്ടുകൂട്ടുന്നത്, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ചാറ്റിങ്ങും ചീറ്റിങ്ങും നടക്കുന്നത്. ഈ നമ്മളിൽ നിന്ന് കിട്ടാതെ ഈ സ്നേഹവും പരിഗണനയും ഇമ്പോർട്ടൻസും അംഗീകാരവും ഇതൊന്നും ലഭിക്കാതെ വരുന്ന സമയത്ത് സൂര്യപ്രകാശം എവിടെ നിന്നാണോ കിട്ടുന്നത്, നമ്മൾ വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തിയ ഒരു പയർ വിത്ത്, സൂര്യപ്രകാശം, വെളിച്ചം, വെള്ളം, വായു എവിടെ നിന്നാണോ കിട്ടുന്നത് അങ്ങോട്ടല്ലേ ചാഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് സ്നേഹവും പരിഗണനയും അംഗീകാരവും ഇമ്പോർട്ടൻസും സെക്യൂരിറ്റിയും ലഭിക്കാതെ വരുന്ന സമയത്ത് എവിടെ നിന്നാണോ ഇത് കിട്ടുന്നത് അങ്ങോട്ട് പതുക്കെ ചാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫാമിലി തകർന്നടിയും. ഇതല്ലേ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത്. അവരുടെ ഫിസിക്കൽ നീഡ്, സൈക്കോളജിക്കൽ നീഡ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്കത് നൽകിക്കൊണ്ടേയിരിക്കണം. സ്നേഹമെന്ന് പറയുന്നത് സെയ്റ്റ് ആൻഡ് ഷോ ഇറ്റ്. അവരോട് പറയണം, പ്രകടിപ്പിക്കണം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് മനസ്സറിഞ്ഞ് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞു നോക്ക്. അവരോട് മാറോട് ചേർത്ത് അണച്ചു നോക്ക്. അവരിൽ നിന്ന് അനുഭവിക്കുന്ന ആ ഒരു സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തുകൊള്ളും. യാതൊരു സംശയവുമില്ല. അവർക്ക് ഈ ഒരു സെക്യൂരിറ്റി ഫീൽ, ഈ സ്നേഹമൊന്നും അവർ ഫീൽ ചെയ്യുക, അവരുടെ ഇമ്പോർട്ടൻസിനെ ഒന്ന് അംഗീകരിക്കുക, ഒന്ന് പരിഗണിക്കുക. അവർക്കുള്ള ഈ കെയറിങ് ഒന്ന് നൽകി നോക്ക്. അവരിലുള്ള മാറ്റം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ ഫാമിലി ലൈഫിലുണ്ടാകുന്ന മാറ്റം ഒന്ന് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട്